ഇതുപോലെ നമുക്ക് 2 പാർട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിൽ ഒരു ഭാഗത്ത് നമുക്ക് യാൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ അത് ആ ഒരു കുറച്ചധികം ഭാഗം ടൈലൻ്റ് എടുത്തിട്ട് നമുക്കൊന്ന് നീഡിലെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഊരിപ്പോരും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച ആ ഒരു ഭാഗത്തുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഇതുപോലെ നമ്മൾ നീഡിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ആ ഒരു സ്റ്റിച്ചിലൂടെ ലാസ്റ്റ് നമ്മൾ ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ ആ ഒരു 2 ലൂപ്പ് ഇതുകൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഉണ്ടാക്കിയെടുക്കാം. ഈ ഭാഗത്താണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്താണ് ഇനി അടുത്ത പാർട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങും വന്നത്. ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ആ റൗണ്ട് നമ്മൾ എൻഡ് ചെയ്തത് ഇവിടെയാണ്. പിന്നെ ഈ ഏരിയയാണ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സെക്യൂരിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഇതിങ്ങനെ ചിലപ്പോൾ ഊരിപ്പോരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്നതാണ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഒരു ഭാഗം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം ഇതേപോലെ ചെയ്തിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ആ ഭാഗത്താണ് ആ യാണ് നമ്മൾ കട്ട് ചെയ്യാതെ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഈ ടൈലൻ്റ് അല്ല, റണ്ണിങ് യാണ് കട്ട് ചെയ്യാതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് എടുത്തിട്ട് ഈ സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യുക ആദ്യം. അതിന് ശേഷം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പം ഈ ഭാഗത്താണ് ഈ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്ത ഭാഗം റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗം നമ്മൾ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ആ ഭാഗത്ത് തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഭാഗത്ത് നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പ് അത് ബാക്ക് ലൂപ്പ്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ലൂപ്പ് അല്ല, ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യാണ് കട്ട് ചെയ്യാത്തതുകൊണ്ട് ആ റണ്ണിങ് യാണ് വലിച്ചിട്ട് ഈ ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ഈ 2 ഭാഗവും ജോയിൻ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ബാക്ക് ലൂപ്പും ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ റണ്ണിങ് യാണ് നല്ല ടൈറ്റാക്കി വലിച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്ത് ബാക്ക് ലൂപ്പും ഒരു ഭാഗത്ത് ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം നമ്മൾ ഈ ഫസ്റ്റ് 2 പാർട്ടും കൂടി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടേക്ക് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഭാഗത്തെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. യാണോർ ചെയ്യുക. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക.
ഇതുപോലെ തന്നെ ഈ ഭാഗത്തെ ഫ്രണ്ട് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഈ ഭാഗത്ത് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ രണ്ട് ഭാഗത്തും ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാക്ക് ലൂപ്പും ഒരു ഫ്രണ്ട് ലൂപ്പും അങ്ങനെ യൂസ് ചെയ്തിട്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ആദ്യം ഇതിൻ്റെ ബാക്ക് ലൂപ്പ് എടുക്കുക, പിന്നെ ഈ ഒരു പാർട്ടിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. നമുക്കിവിടെ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് പോലെ ഒരു ചെയിൻ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെയിൻ പോലെ ഇങ്ങനെ വരും. അത് ഈ റൗണ്ട് ഫുള്ളും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര ഓപ്പൺ ആക്കേണ്ട എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് മാർക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിപ്പോൾ എത്ര പകുതിയാണ് ഓപ്പൺ ആക്കണമെങ്കിൽ ആ പകുതി വരെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു മെഷർമെൻറ്റ് ടേപ്പ് എടുത്തിട്ട് മെഷർമെൻറ്റ് കൊണ്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് പകുതി ചെയ്തിട്ടുണ്ട്, ചുറ്റും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അളന്ന് നോക്കാം. നിങ്ങൾക്ക് ആ ഒരു അളവിൽ മതിയെങ്കിൽ അളവിൽ പിന്നെ നമ്മൾ ഇവിടെ നമുക്കൊരു സിബ് വെച്ചിട്ട് തുന്നി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓപ്പൺ ആക്കിയിട്ടുള്ള ഭാഗം ഇട്ടിട്ടുള്ളത് 9 ഇഞ്ചാണ്. 8 ഇഞ്ച് 9 ഇഞ്ച് അതിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഓപ്പണുള്ള സ്ഥലത്ത് സിബ് വെച്ചിട്ട് ഉള്ളിൽ കൂടെ തുന്നി കൊടുക്കുക. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. യാണ് കട്ട് ചെയ്യാണ്. യാണ് കട്ട് ചെയ്തിട്ട് ഈ യാണ് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക, ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സൂചി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളോട്ടൊക്കെ ആക്കിയിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. അടുത്ത ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ താഴോട്ടേക്ക് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ആ യാണിനെ ഒരു ഉള്ളിലേക്ക് ഒരു നോട്ട് പോലെ ഇട്ടിട്ട് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ അവിടെ നല്ല ഉറപ്പിൽ ലൂസായി പോവില്ല, ഊരി പോവില്ല. ഒന്ന് ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് ഒരു സൂചി പുറത്തേക്ക് വലിച്ചിട്ട് നോട്ടിട്ട് കൊടുക്കുക. ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇയാണ് നമുക്ക് ഇതിനുള്ളിൽ ഞാൻ ഹൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള പാർട്ട്.